ഇംഗ്ലണ്ടിൽ എല്ലായിടത്തുമുള്ള, അതുപോലെ അമേരിക്കയിലും, ഓരോ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തും നൂറുകണക്കിന് ഏക്കറുകൾ വരുന്ന ഇതുപോലെയുള്ള പബ്ലിക്കിന് വേണ്ടിയുള്ള ആ പ്രദേശത്തുള്ള ആളുകൾക്കുള്ള പാർക്കുകളുണ്ട് ഓരോ സ്ഥലത്തും. ഇത് നോക്കൂ, ഇതൊരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇത് പലതരം ഫുട്ബോൾ മാത്രമല്ല, എല്ലാത്തരം ഗെയിംസിനും പറ്റിയ ഇവിടെ തന്നെ ഒരു 3 ഫുട്ബോൾ ഗ്രൗണ്ട് കമ്പൈൻ ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്കുമൊക്കെ വളരെ വിശാലമായ ഗ്രൗണ്ട് കിടക്കുകയാണ്. എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെയാണ് കുട്ടികളുടെ പാർക്ക്, വലിയവരുടെ പാർക്ക്, വലിയ ഗ്രൗണ്ട്. അത് തന്നെ എത്ര ഏക്കർ, 50 ഏക്കർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഈയിടെ പണിതൊന്നുമല്ല, ഇതൊക്കെ നൂറ്റാണ്ടുകൾ, ഒരു നൂറ്റാണ്ട് മുമ്പേ അത് 2 നൂറ്റാണ്ട് മുമ്പൊക്കെ ഇവിടുത്തെ ജനങ്ങൾ ആ ജനത്തിൻ്റെ റെക്രിയേഷന്, ആരോഗ്യത്തിന്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പണിതിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമാണെന്നുള്ള ബോധം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് ഈ വക ബോധം ഇതിപ്പോഴും ഇതൊക്കെ കണ്ടിട്ടും ഉദിക്കാത്തത്? ബോധം ഉദിക്കാത്തതാണോ, അതോ ഇവർക്കിത് മതി, ഇവർക്കിത് അധികം സുഖം വേണ്ട എന്ന് ഭരണാധികാരികൾ തീരുമാനിക്കുന്നതാണ്? നോക്കൂ, വളരെ മനോഹരമായ ഈ പ്രകൃതിയും ഈ സൗന്ദര്യവും ഈ ശാന്തതയും ആസ്വദിക്കേണ്ടത് മനുഷ്യൻ്റെ ആവശ്യമാണ്. അതുപോലെ അവൻ്റെ ഫിസിക്കൽ എക്സർസൈസിന് വേണ്ട ജിംനാസ്റ്റിക് ഉപകരണങ്ങളൊക്കെ ഈ പബ്ലിക് പാർക്കിലുണ്ട്. കുട്ടികൾക്കുള്ള റെക്രിയേഷൻസ്, കുട്ടികളുടെ പാർക്കുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ പൂക്കൾ, ഇതിലെ നടന്ന് ഈ പൂക്കൾ ആസ്വദിക്കുക, ഇവിടെ ഇരിക്കുക. ഈ ചുറ്റുപാടിൽ താമസിക്കുന്നവർക്ക് ഈ ഇത്രയും വിനോദകരമായൊരു സ്ഥലം അവരുടെ വീടിന് ചുറ്റുമുണ്ട്. ഇതെല്ലാ പ്രദേശത്തുമുണ്ട്. നോക്കൂ, എന്ത് മനോഹരമാണ് ഈ വൈൽഡ് ഫ്ലവേഴ്സ്. വില്ലോ മരങ്ങളുടെ ചുവട്ടിലിരിക്കുന്നതിനെക്കുറിച്ച് അനേക സാഹിത്യകാരന്മാർ എഴുതിയിരിക്കുന്നുണ്ട്. ഇത് വില്ലോ ട്രീ ആണോ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും മനോഹരമായൊരു അനുഭവം. പുൽമേടിൽ, ശാന്തമായ പുൽമേട്ടിൽ, പാർക്കിലെ പുൽമേട്ടിൽ നിൽക്കുന്ന വില്ലോ ട്രീസ്, പക്ഷികളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ഇവിടെ ജീവിതം ആസ്വദിക്കുന്നത് എത്ര മനോഹരമാണ്. വില്യം വേഡ്സ്വർത്ത് ഡാഫഡിൽസ് എന്നൊരു കവിത എഴുതി. നോക്കൂ, ഇംഗ്ലണ്ട് പുഷ്പങ്ങളുടെ നാടാണ്. സമ്മറായാൽ, സ്പ്രിംഗ് ആയാൽ, സമ്മറായാൽ
മനോഹരമായ പുഷ്പങ്ങൾ. ഈ വൈൽഡ് ഫ്ലവേഴ്സ് പറിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. ഇത് ആസ്വദിക്കാനുള്ളതാണ്, പിഴുതെറിയാനുള്ളതല്ല. ഈ പാർക്ക് എത്ര മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു നോക്കൂ. 100 കണക്കിന് ഏക്കർ വരുന്ന ഈ പാർക്ക് ഈ ചുറ്റുപാടും താമസിക്കുന്ന ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്.